ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലുള്ള റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ നമ്പർ ചേഞ്ച് ആണ് കേട്ടോ, മാറ്റിയിട്ടുണ്ട്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ഫെർട്ടിലിറ്റി ആണ് ഇത്. എംബ്രസിൻ്റെ എനർജിയാണ്. അതായത് ഒരു മിസ്സിങ് എനർജിയുടെ കാർഡാണിത്. നിങ്ങളുടെ അടുത്ത് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു എനർജി എന്നുള്ളതാണ്. ഷാഡോ, മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ച്, ഡിസെപ്ഷൻ ആൻഡ് എൻവി, ത്രോട്ട് ചക്ര. ഇമോഷണൽ വിഡ്രോവലാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇതിനകത്തുണ്ട്. ഡിസെപ്ഷൻ ആൻഡ് എൻവിയും അതുപോലെ തന്നെ മെൻ്റൽ കോൺഫ്ലിക്റ്റും ചാലഞ്ചൊക്കെ പറയണത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സിറ്റുവേഷനാണ്, അവരുടെ ആ ഒരു സ്റ്റാറ്റസ് ആണ്. അപ്പം അതിനകത്ത് ഈ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. നിങ്ങളെ ചതിച്ചതായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഷാഡോ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് നല്ല രീതിക്ക് പെയിൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അത് ചിലപ്പം നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ഉള്ളിലൊരു ഷാഡോ പോലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതോ വാക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഷാഡോ പോലെ കിടപ്പുണ്ട്. അതൊരു നെഗറ്റീവ് വൈബ്രേഷനാണ്. അത് നിങ്ങളുടെ വ്യക്തിയാണ് ഇവിടെ തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ അവരെ പെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഫെർട്ടിലിറ്റി എന്ന കാർഡാണ് മെയിൻലി നമുക്കിവിടെ നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം അത് ഒരു റൊമാൻറ്റിക് എനർജിയാണ്. നിങ്ങളുടെ അടുത്ത് വളരെയധികം ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. അത് ഒരു മിസ്സിങ് എനർജിയാണ് ഈ പേഴ്സൺ. റൊമാൻറ്റിക് എന്ന് പറയുമ്പം സെക്ഷുവലി ഉള്ള ഫീലിങ്സ് കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് നിങ്ങളുടെ അടുത്ത് എന്നുള്ളതാണ്. നിങ്ങളെ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഒരു കെയർ ചെയ്യുന്ന ഒരു മദറിൻ്റെ എനർജിയിലാണ്. ഓക്കെ, മേ ബി നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം, കെയർ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളെ കുറിച്ചിട്ട് അവർ ആ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ പോലെയുള്ള ഒരു പേഴ്സണായിട്ട് വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. അതൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം. ഇനി നമുക്ക് ക്ലാരിറ്റി എടുക്കാം. അതിനു മുൻപേ നിങ്ങളുടെ പേഴ്സൺ ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് നിൽക്കുന്നത്. ഓക്കെ, മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. അവർക്ക് ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് ഒരുപാടുണ്ട്. അത് അവർ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഭയങ്കരമായിട്ടും ഒരു എന്താ പറയുക, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു മൈൻഡ് സെറ്റാണ് അവരത്. ലൈഫിൽ ഇപ്പം ഒരുപാട് ചാലഞ്ചുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ സിറ്റുവേഷനാണ്. ഒരുപാട് ചാലഞ്ചുകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് തന്നെ റിലേറ്റഡ് ആയിട്ടും ഇവർ മേ ബി നിങ്ങളോടുള്ള അടുപ്പമായിരിക്കാം ഒരുപാട് ചാലഞ്ചുകളായിട്ട് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻസ് ഒക്കെ ചാലഞ്ചുകളായിട്ടാണ് കാണുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്?
നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ലവേഴ്സിന് എനർജി വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവാണ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡീപ്പ് ലവ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. ഒരു കണക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട്. ലവേഴ്സ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാകാം. സോൾമേറ്റ് ആയിട്ട് ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവുമായിരിക്കും. ഈ പേഴ്സണുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്നൊരു തോട്ട് നിങ്ങൾക്ക് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം കറൻ്റ്ലി ആ പേഴ്സൺ അങ്ങനെ ഒരു തോട്ട് ഉണ്ട്. നിങ്ങളുടെ അടുത്തോട്ട് ആ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, വേൾഡ് കാർഡാണ്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതായത് ചില സമയത്ത് നിങ്ങളുടെ കാര്യത്തിലേക്ക് എത്ര ഫോക്കസ്ഡ് ആയാലും നിങ്ങൾക്ക് ഇവരെ കുറിച്ചിട്ട് ഓർമ്മ വരിക, അല്ലെങ്കിൽ ഇവരെ മിസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹം തോന്നുക, ഭയങ്കരമായിട്ടും അങ്ങോട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണെങ്കിലും സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ വളരെയധികം അടുപ്പം തോന്നുന്നുണ്ട്. ഓക്കെ, വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അടുപ്പം തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് കാർഡ് വരുന്ന സമയത്ത് ഈ പേഴ്സൺ നിങ്ങളെ ലോകമായിട്ടാണ് കാണുന്നത്. അതായത് എല്ലാമായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്ക് ഒരു സ്ഥാനം അവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ കൂടെയുള്ള മൊമെൻറ്റ്സുകൾ ഇവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഇപ്പം നിങ്ങൾ കൂടുതലും ഡേറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും ഒന്നിച്ച് നിന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഒരു നിമിഷമൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത്. ഈ പേഴ്സൺ ഒറ്റപ്പെട്ടൊരവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരിപ്പം അവരുടെ കൂടെ ആരുണ്ടെങ്കിലും, അവരുടെ കൂടെ ആരൊക്കെ അവരുടെ ലൈഫിൽ പോകുന്നുണ്ടെങ്കിലും, ലൈഫിൽ കൂടെ വേറെ ആളുകളുണ്ടെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ടും ഒറ്റപ്പെട്ടൊരു ഫീൽ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. തുറന്നു പറയാത്തതിൻ്റെ ഒരു വിങ്ങൽ കാണുന്നുണ്ട് ഈ പേഴ്സണ്. അതായത് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയാത്തതിൻ്റെ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഉള്ളിലൊരു വിങ്ങൽ പോലെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഈ പേഴ്സണ് ഒറ്റപ്പെട്ടൊരവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും, സ്നേഹം തരാൻ ആളുകളുണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് ഒറ്റപ്പെട്ടൊരവസ്ഥ ഫീൽ ചെയ്യില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒറ്റപ്പെട്ട അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത്. സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഈ വ്യക്തി. സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, മീൻസ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള, കുറച്ച് ഡീപ്പായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫ്രണ്ടായിട്ടായിരിക്കാം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം അവർ അതൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെലിബ്രേഷനും ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ടെമ്പറൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ട സമയമാണ്, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. അതായത് ചിലപ്പം നിങ്ങൾ ഒരു ലിമിറ്റില്ലാതെ സ്നേഹപ്രകടനം ഉണ്ടായിരുന്നിട്ടുണ്ടാകാം നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. പക്ഷെ ഇപ്പം കറൻ്റ്ലി അങ്ങനെയുള്ളത് ഉണ്ടാവില്ല. ഒരു ലിമിറ്റിൽ മാത്രമായിരിക്കും ആ സ്നേഹം അവർ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കാം, ബാലൻസ് ചെയ്തിട്ടായിരിക്കാം. അപ്പം അത് ചില കാര്യങ്ങൾ അമിതമാവാതെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനഃപൂർവ്വമാണ് ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും ഉള്ളത്. അതുപോലെ 5 ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് ഹാർഡ് വർക്കിൻ്റെ കാർഡാണ്. നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ ഈ പേഴ്സൺ ഹാർഡ് വർക്ക് ചെയ്യും, ഫൈറ്റ് ചെയ്യും മറ്റുള്ളവരുടെ അടുത്ത് എന്നുള്ളതാണ്. മേ ബി ഇപ്പം അവരുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ കാര്യം അറിഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കും അവർ ഫാമിലീൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ അടുത്തോ അവർ വഴക്ക് കൂടുന്നുണ്ടാകാം, ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഫീലിങ്സ് ആണ് നമ്മൾ നോക്കിയത്. ഫീലിങ്സിനകത്ത് ഇവിടെ കൂടുതലും വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ടും നിങ്ങളോടൊരു കണക്ഷനാണ് കാണുന്നത്. ഓക്കെ, ജഡ്ജ്മെൻ്റ് ആണ് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. 3 ഓഫ് സോട്ട്സ് ഉണ്ട്. പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. അവർക്ക് ക്ലാരിറ്റി ഇല്ലായ്മയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് ഉള്ള ഒരാളാണ്. ഒരുപാട് ഇമോഷണലി നിങ്ങളുടെ അടുത്ത് കണക്റ്റ് ആവുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സോഡിയക് സൈൻ നോക്കാം.
സോഡിയാക് സൈൻ വിർഗോ ഉണ്ട്, പൈസീസ്, ടോറസ്, വിർഗോ ഉത്രം അത്തം ചിത്തിരിയാണ് കേട്ടോ. ടോറസ് വരുന്നത് കാർത്തിക, രോഹിണി, മകേരാണ്. ടോറസ് എഗെയിൻ വന്നിട്ടുണ്ട്. സാജിറ്റേറിയസ് വന്നിട്ടുണ്ട് മൂലം, പൂരാടം, ഉത്രാടം. വിർഗോ എഗെയിൻ വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്, മകം, പൂരം, ഉത്രമാണ്. ലിബ്ര വന്നിട്ടുണ്ട്, ചിത്തിര, ജ്യോതി, വിശാഖാണ് കേട്ടോ. ഇതാണ് നിങ്ങൾക്കുള്ള സോഡിയാക് സൈൻ. പിന്നെ ഈ സോഡിയാക് സൈൻ വരുന്നവർക്ക് മാത്രമല്ല ഈ റീഡിംഗ് റെസനേറ്റ് ആവുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റീഡിംഗ് ആയിരിക്കും. പിന്നെ മാക്സിമം ഇതിൽ പറയുന്ന ഗൈഡൻസുകൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക, ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ക്ലൂസ് നോക്കാം. ലെറ്റർ L വന്നിട്ടുണ്ട്, നമ്പർ 1 വന്നിട്ടുണ്ട്. ലെറ്റർ 10 വന്നിട്ടുണ്ട്, നമ്പർ 10 വന്നിട്ടുണ്ട്. ലെറ്റർ M വന്നിട്ടുണ്ട്, ലെറ്റർ N വന്നിട്ടുണ്ട്. ലെറ്റർ N അഗെയിൻ വന്നിട്ടുണ്ട്, 30 വന്നിട്ടുണ്ട്, 28 വന്നിട്ടുണ്ട്. ലെറ്റർ X വന്നിട്ടുണ്ട്, 53 വന്നിട്ടുണ്ട്, നമ്പർ 10 വന്നിട്ടുണ്ട്. ലെറ്റർ R വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്, നമ്പർ 1 വന്നിട്ടുണ്ട്. ലെറ്റർ J വന്നിട്ടുണ്ട്, നമ്പർ 1 വന്നിട്ടുണ്ട്. നമ്പർ 12 വന്നിട്ടുണ്ട്. ലെറ്റർ P വന്നിട്ടുണ്ട്, 14 നമ്പർ വന്നിട്ടുണ്ട്. 40 അഗെയിൻ വന്നിട്ടുണ്ട്, 60 വന്നിട്ടുണ്ട്, 25. ഓക്കെ, നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.